AKG സെൻറ്ററിൻ്റെ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്ന ചാനലുകൾ കോൺഗ്രസിനെതിരായി UDF-നെതിരായി നടത്തുന്നത് വ്യക്തിപരമായി എനിക്കെതിരെയുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല. എനിക്കതിനൊരു വിഷയമല്ല. എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എനിക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിനെയും UDF-നെയും ഇല്ലാത്ത വാർത്തകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കൊണ്ടൊന്നും ഞങ്ങൾ തോക്കൂല. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരമാണത്. ആ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും ഭംഗിയായി ഞങ്ങളുടെ ടീം UDF, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഈ പറയുന്ന വാർത്തകളുടെ എല്ലാ അപ്പുറത്ത് ജനഹൃദയത്തിൽ UDF ഉണ്ട്. ഇവരെ താഴെ ഇറക്കണമെന്നുള്ള ജനങ്ങളുടെ അഭിലാഷമുണ്ട്, ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്ത് ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒരു നുണ ബോംബുകൾക്കും കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ UDF-നെയും തകർക്കാൻ പറ്റില്ല. അത്ര ഞാൻ പറയുന്നത്. നമസ്കാരം. AKG സെന്ററിൽ നിന്നും പണം പറ്റിക്കൊണ്ട് AKG സെന്റർ കൊടുക്കുന്ന ക്യാപ്സൂളുകൾ, നുണകളുടെ ബോംബുകൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും മനപ്പായസം മാത്രമായിരിക്കും. 100-ൽ-അധികം സീറ്റുകൾ നേടി ടീം UDF കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. കോൺഗ്രസിനെതിരെ നടക്കുന്ന ഇത്തരം നുണബോംബുകൾ ഒരു കാരണവശാലും സാധാരണക്കാരുടെ മുന്നിൽ പൊട്ടിച്ചിതറി പോകുകയുള്ളൂ. ഒരു കാരണവശാലും ഉദ്ദേശിക്കുന്ന ഫലം അതിന് കാണാൻ സാധിക്കില്ല. കാരണം ടീം UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളത് സാധാരണ കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, കേരളത്തിലെ സാധാരണ ആളുകളുടെ പോലും വികാരമാണ്. പിണറായി വിരുദ്ധ ഭരണത്തിന്റെ കീഴിൽ ശ്വാസം മുട്ടി നരകിക്കുന്ന കേരളീയർ ഇടതുപക്ഷ ഭരണത്തിന്റെ നരകീയമായ അനുഭവങ്ങൾക്കുള്ളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വെള്ളക്കരം, കറണ്ട് ചാർജ്, അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വാരിക്കോരി ഇല്ലാത്ത പ്രഖ്യാപനങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നു. 10 വർഷം ഭരണത്തിലിരുന്നിട്ട് ഒരു ആനുകൂല്യം പോലും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത, സാധാരണക്കാരുടെ കൈ പിടിക്കാൻ സാധിക്കാത്ത, അവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കാത്ത പിണറായി വിജയൻ സർക്കാർ, ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയുടെ, അഴിമതിയുടെ, ധൂർത്തിന്റെ പര്യായമായി മാറിയ പിണറായി വിജയൻ സർക്കാർ ഇനി എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും, കോൺഗ്രസിനെ കുറിച്ച്, ടീം UDF-നെ കുറിച്ച് എന്തൊക്കെ നുണബോംബുകൾ പ്രചരിപ്പിച്ചാലും 100 സീറ്റിലധികം ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. കെ സുധാകരനും അടൂർ പ്രകാശിനും മത്സരിക്കുവാനുള്ള സീറ്റ് പോലും നിഷേധിച്ച് KPCC-യും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാക്കി, അല്ലെങ്കിൽ കോൺഗ്രസിനെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചു എന്നൊക്കെയുള്ള AKG സെന്ററിൽ നിന്ന് കൊടുത്ത നുണബോംബുകൾ അങ്ങേയറ്റം നിർവീര്യമായിരിക്കുന്നു. ഞങ്ങൾക്ക് ടീം UDF-ൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. UDF-ന്റെ മുതിർന്ന നേതാവായ കെ സുധാകരനോ അടൂർ പ്രകാശോ ആരെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉയർത്തിയോ എന്ന് തന്നെയാണ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോൺഗ്രസ് ജയിക്കും, അധികാരത്തിൽ വരും, പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർ പോലും അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു ടാസ്കും ഉണ്ടായില്ല. കേരളത്തിലെ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വേഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. 140 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു UDF, മുഴുവൻ സ്ഥാനാർത്ഥികളെയും. സീറ്റ് വിഭജനം ഒരു അപസ്വരവും ഇല്ലാതെയാണ് UDF-ൽ പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞുപോലുമില്ല ചർച്ചകൾ നടക്കുന്നത്. വളരെ നന്നായി, വളരെ പരസ്പരമുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ടീം UDF എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് UDF-ന്റെ സീറ്റ് വിഭജനത്തിൽ നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF-ആയി അത് മാറി. ഒരാളും അനാവശ്യമായ, ചിലരെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇപ്പോൾ കേരള കോൺഗ്രസ് എല്ലാം ചില വിട്ടുവീഴ്ചകൾ ചെയ്തു, താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. വളരെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോയത്. അതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നു. 3 ദിവസം എടുത്തെന്നാണ് വലിയ വാർത്ത. നിങ്ങൾ പണ്ടല്ലേ എത്ര ദിവസമാണ് എടുക്കുന്നത്? ഇവിടുത്തെ തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ഇരുന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലെയാണോ കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ? കോൺഗ്രസിന് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടണം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി പ്രപ്പോസൽ കൊടുക്കണം. മുതിർന്ന നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലപ്പെടുത്തി ആ മുതിർന്ന നേതാക്കന്മാർ പലവട്ടം ചർച്ച ചെയ്ത് ഡൽഹിയിൽ ശ്രീ മധുസൂദൻ മിസ്ട്രി ചെയർമാനായ സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം. അത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കണം. അത് എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഒരു പ്രൊസീജിയറാണ്.
ആദ്യത്തെ ദിവസം മധുസൂദൻ മിശ്രയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് എത്താൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ദിവസം ഞങ്ങൾ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ 50 പേരെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. ആരോഗ്യ പ്രശ്നമാണ്, എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. പിന്നീട് എടുത്തത് എത്ര സമയമാണ്? 48 മണിക്കൂറാണ് എടുത്തത്. ആ 48 മണിക്കൂറിനകം ചരിത്രത്തിലില്ലാതെ സാധാരണ നേതാക്കന്മാർ എത്ര ദിവസമാണ് ഡൽഹിയിൽ പോയി ഇരിക്കാറുള്ളത്? എത്ര ദിവസമാണ് ക്യാമ്പ് ചെയ്യാറുള്ളത്? ഇവിടെ 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ നിർമ്മിച്ച് പൂർത്തിയാക്കി. എനിക്ക് കുറച്ച് പരിഭവം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളായിട്ട്, എല്ലാവരോടുമല്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. ഒരു ചാനൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 40ഓളം വ്യാജ വാർത്തകളാണ് കോൺഗ്രസിനെതിരെ ഉണ്ടാക്കിയത്. അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കി നുണബോംബാണ്. ഒരു 2 മണിക്കൂറിൻ്റെ ആയുസ് പോലും ഇല്ല. ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് പേര് പറയാൻ ഭയമൊന്നുള്ള ആളല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേരൊന്നും പറയാൻ പേടിയുള്ള ആളൊന്നുമല്ല ചാനലിൽ. പക്ഷെ ഞാൻ പറയുന്നില്ല, എൻ്റെ ഔചിത്യം കൊണ്ട് ഞാൻ പറയുന്നില്ല. 40ഓളം വാർത്തകൾ മിനിഞ്ഞാന്ന് രാവിലെ ഈ ചില ചാനലുകൾ വാർത്ത കൊടുത്തു. മുഖ്യധാരാ ചാനലുകൾ അത് ഏറ്റെടുത്തു. എന്താ പറഞ്ഞത്? സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും. അപ്പം ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, MP-മാരും മത്സരിക്കുന്ന കാര്യം കേരളത്തിലെ നേതാക്കളല്ല തീരുമാനിക്കുന്നത്, അത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞു, MP-മാർക്ക് മത്സരിക്കാൻ താല്പര്യമുള്ളവരും അവർ മത്സരിക്കണം. അവരുടെ താല്പര്യം മാത്രമല്ല, ചിലർ അവർ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു തീരുമാനം എടുത്തു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും എന്ന് വാർത്ത കൊടുക്കുമ്പോൾ ഒരു തീരുമാനവും ഡൽഹിയിൽ എടുത്തിട്ടില്ല. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളറിയാതെ എല്ലാത്തിലും വാർത്ത വരിക. രാത്രിയായപ്പോൾ നിങ്ങൾ നേരെ മാറി. എന്നിട്ട് പറയാം സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കില്ല. അപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല അവർ മത്സരിക്കില്ല എന്ന്. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല, അപ്പോഴും മത്സരിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തത്? കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ വീണ്ടും സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും, MP-മാർ മത്സരിക്കും, ഹൈക്കമാൻഡ് കീഴടങ്ങി. VD സതീശൻ പറഞ്ഞു സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. എൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വമാക്കിയ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയത്? എന്ത് മര്യാദകേടാണ് നിങ്ങൾ ചെയ്തത്? ഒരാളും പറഞ്ഞില്ല. അപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴും ഇത് ചർച്ച ചെയ്തിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനം പറയുന്നത്. അത് അവരുടെ തീരുമാനമാണ്, ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. എന്നിട്ട് നിങ്ങൾ മത്സരിക്കുമെന്നും മത്സരിക്കില്ലെന്നും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ സങ്കടം, വിശ്വാസ്യതയുള്ള ചില മുഖ്യധാരാ ചാനലുകൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്ത് കഴിഞ്ഞ 48 മണിക്കൂർ നിങ്ങൾ അവരെ വ്യക്തിപരമായും നിങ്ങൾ അധിക്ഷേപിച്ചു, അവരെ വിവാദത്തിലാക്കി ചെയ്തു. ഒരു അടിസ്ഥാനം ആ വാർത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾ മാറി നിൽക്കുക, അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. മിനിഞ്ഞാന്ന് രാത്രി ഈ അവസാനത്തെ ചർച്ച അടക്കുമ്പോൾ ഇത് വരുന്നത്, നിങ്ങൾ കോൺഗ്രസിനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അത് AKG സെൻറ്ററിൽ നിന്ന് ഞാൻ പറയുകയാണ്, പണം പറ്റുന്ന ചില ചാനലുകൾ കൂടി ആ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ മുഖ്യധാരാ ചാനലുകൾ കൂടരുത്. AKG സെൻറ്ററിൻ്റെ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്ന ചാനലുകൾ കോൺഗ്രസിനെതിരായി UDF-നെതിരായി നടത്തുന്നത് വ്യക്തിപരമായി എനിക്കെതിരെയുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, എനിക്കതിനൊരു വിഷയമല്ല. എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എനിക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിനെയും UDF-നെയും ഇല്ലാത്ത വാർത്തകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കൊണ്ടൊന്നും ഞങ്ങൾ തോക്കൂല. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരമാണത്. ആ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും ഭംഗിയായി ഞങ്ങളുടെ ടീം UDF, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഈ പറയുന്ന വാർത്തകളുടെ എല്ലാ അപ്പുറത്ത് ജനഹൃദയത്തിൽ UDF ഉണ്ട്. ഇവരെ താഴെ ഇറക്കണമെന്നുള്ള ജനങ്ങളുടെ അഭിലാഷമുണ്ട്, ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്ത് ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒരു വാർത്തകൾക്കും, ഒരു തെറ്റായ വാർത്തകൾക്കും, ഒരു നുണബോംബുകൾക്കും കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ UDF-നെയും തകർക്കാൻ പറ്റില്ല. അത്രേ ഞാൻ പറയുന്നത്. MP-മാർ മത്സരിക്കേണ്ടെന്ന ഒരു പൊതുധാരണ തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ അത് പുനഃപരിശോധിച്ചു? ഒരു തരത്തിലും ഇത് മത്സരിക്കേണ്ടെന്നും തീരുമാനം ഉണ്ടായിരുന്നില്ല, മത്സരിക്കണമെന്നും തീരുമാനം ഉണ്ടായില്ല. അവർ മത്സരിക്കണമോ വേണമെന്ന്, കാരണം അവർ പാർലമെൻറ്റിൽ അംഗങ്ങളാണ്. എല്ലാ കാലത്തും ഒരു പാർലമെൻറ്റ് അംഗം മത്സരിക്കണോ വേണ്ടതെന്ന് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതൃത്വം ആണ് ആ തീരുമാനം പറയേണ്ടത്. ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആ പറയുന്ന വന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒരു പേര് പോലും ഞങ്ങൾ
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തീരുമാനം എടുക്കാതെ വേറൊരു പേര് വരുന്നത് ശരിയല്ല. അത് മിനിയാന്ന് രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് അവർ ആ തീരുമാനം പറയുന്നത്. പിന്നെ അവിടുത്തെ തിരക്ക് ഈ 2 ദിവസം കൊണ്ട് അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, സ്ക്രീനിങ് കമ്മിറ്റി നടക്കുകയാണ്, പോണ്ടിച്ചേരിയിലെ നടക്കുകയാണ്, തമിഴ്നാട്ടിലെ നടക്കുകയാണ്. ഞങ്ങൾ അവിടെ 72 മണിക്കൂർ ചർച്ചയല്ല പോയിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുക. കാരണം കോൺഗ്രസ് പ്രസിഡന്റും നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കേണ്ട, അവർക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് നേതാക്കൾ വരുന്നു, പോണ്ടിച്ചേരിയിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു, ആസാമിൽ നിന്ന് നേതാക്കന്മാർ, അവിടെ ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഈ കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ആ CEC-യിൽ കൂടി പങ്കെടുത്തിട്ട് വേണം ഞങ്ങളുടെ കയ്യിൽ വരാൻ. ഞങ്ങൾ രാത്രി 11 മണിക്കാണ് കാണുന്നത്. അപ്പം ഇതൊക്കെ ഒരു മര്യാദയില്ലായ്മയുടെ മാക്സിമമാണ് ഈ ചെയ്തത്, കഴിഞ്ഞ 48 മണിക്കൂർ ചെയ്തത്. നിങ്ങളിട്ടിരിക്കുന്ന നിങ്ങളൊന്ന് കാണും, നിങ്ങൾക്കെങ്കിലും നാണം വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ട് സുധാകരൻ വല്ലതും പറഞ്ഞു? സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്, എന്നേക്കാൾ വളരെ വലിപ്പമുണ്ട് പാർട്ടിക്കെന്നാണ്. ആ ഒറ്റ വാചകമല്ലേ അദ്ദേഹം പറഞ്ഞുള്ളത്? ആ ഒറ്റ വാചകമല്ലേ? നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം, അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ലേ? ഞാനും രമേശ് ചെന്നിത്തലയുമായിട്ട് ഒരു 100 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലെ കാര്യത്തിൽ KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ഭയങ്കര വഴക്ക്, സതീശൻ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് KC പറഞ്ഞേടാ, നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്നും പറഞ്ഞ ഒരു വാർത്തയുണ്ട്, ഞാൻ പറഞ്ഞ് കാണട്ടെ. TV വയ്ക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞു എന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ്, നിങ്ങളെ ഓർത്തിട്ട്, ഈ വാർത്ത ഇട്ടവരെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചിരിച്ചു. കൊച്ചിയിലൊരു സീറ്റ് തീരുമാനിക്കാൻ വേണ്ടി, കൊച്ചിയിലെ സീറ്റിൻ്റെ ഞങ്ങൾ ഒരുമിച്ചാണ് അത് തീരുമാനിക്കുന്നത്. ഞങ്ങൾ വഴക്കിട്ട് പോയെന്ന് എന്നിട്ട് ഞാൻ പിണങ്ങിപ്പോന്നു. അനുകൂലമായ സന്ദർഭം എന്നാണ് UDF പൊതുവെ വിലയിരുത്തിയിരുന്നത്. കോൺഗ്രസും ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വൈകിയതും ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ ഈ ഒരു തർക്കം കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല, ഒരു തർക്കവും. അതെന്തിനാണ്? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണ്ടേ? CEC അല്ലേ തീരുമാനിക്കണത്. അവിടെ അവർ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വലിയ വാർത്തയൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം ഇത് ഭയങ്കര വൈകിയെന്ന്. ഇത് ഒരു പ്രതികരണം ഉണ്ടായില്ല, ആരുടെയും പ്രതികരണം ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. സുധാകരേട്ടൻ പ്രതികരിച്ചോ? വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് എന്താ ഇന്നലെ പോസ്റ്റ് ഇട്ടത്? അതേ പോസ്റ്റ് ഇട്ടത് എന്താ? പാർട്ടിയാണെന്ന്. പാർട്ടി അതന്നെ, അതേ പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിൻവലിച്ചാണ് വാർത്ത. പാർട്ടിയാണ്. ഒരാളും കോൺഗ്രസ്സിൽ ഉണ്ടാക്കിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും സീറ്റ് അർഹതയുള്ള ഒന്നിലധികം ആളുകളുണ്ടാവും പല സ്ഥലത്തും. അപ്പോൾ അത് ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കും, അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും, ചിലർ വൈകാരികമായിട്ടൊക്കെ. അതൊക്കെ എത്ര കുറവാണ്. നിങ്ങൾ ചരിത്രം നോക്ക്, ചരിത്രത്തിൽ നോക്ക്. നിങ്ങൾ 2001 ഞാൻ ആദ്യം MLA ആവുമ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ച 3 സ്ഥാനാർത്ഥികളെ മാറ്റുക ഇല്ലേ? എന്നിട്ട് വേറെ 3 പുതിയ സ്ഥാനാർത്ഥികൾ വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം. ഇവിടെ അത് CPM-ലാണ് സംഭവിച്ചത്. ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് അയാൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞു ഇല്ലേ? ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾക്ക് വാർത്തയല്ല. എന്നിട്ട് അയാൾക്ക് വേറെ സീറ്റ് കൊടുത്ത്. ഞങ്ങളുടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്ത് രസകരമായിട്ടും എന്ത് ഭംഗിയായിട്ട് ഞങ്ങൾ ചിരിക്കായിരുന്നു നിങ്ങളെ ഓർത്തിട്ട്. പല മണ്ഡലങ്ങളും എവിടെ അതൊക്കെ വരട്ടെ, അതൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യത്തും പറയുമല്ലോ ഞാൻ അങ്ങനെ മത്സരിക്കും ഇങ്ങനെ. അതൊക്കെ വൈകാരികമായ പ്രതികരണവും. ഞങ്ങളൊരു ഫോണിൽ വിളിച്ചോ നേരിട്ട് സംസാരിച്ചാൽ തീരാത്ത ഒരു വിഷയമില്ല, ഒരു സ്ഥലത്തും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ ഇത്രമാത്രം യുണൈറ്റഡായി ഇത്രമാത്രം ടീമായി നിന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല എന്നാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. 48 മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം ചർച്ച പൂർത്തിയാക്കി മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വരുന്നത്. അതെല്ലാം ഓരോ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. വേറെ അദ്ദേഹത്തിനെതിരായ ആക്ഷേപമൊന്നുമല്ല. കൂടുതൽ ജയസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ആലോചിച്ചത്. ജയസാധ്യത കൂടി പരിഗണിച്ചിട്ടാണ്. അദ്ദേഹം നിന്നാൽ തോറ്റുപോകുന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു മാറ്റം, വേറെ പല സാമൂഹ്യ ഘടകങ്ങൾ കൂടി ചെറിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ. ഒരു അനിശ്ചിതത്വം ഉണ്ടായിട്ടില്ല. ആ വാക്കൊന്നും ഇനി ഉപയോഗിക്കരുത്. 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ഒരു പാർട്ടിയോട് എന്ത് അനിശ്ചിതത്വം ഉണ്ടായെന്ന് പറയുന്നത്? അല്ല, അത് നിങ്ങൾക്കൂടെ പറഞ്ഞല്ലോ.
ആദ്യത്തെ 24 മണിക്കൂർ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ 24 മണിക്കൂറിൽ ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുഖമില്ലാതായി. അദ്ദേഹത്തിന് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. നിങ്ങൾ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക. ഞാനിപ്പോൾ അവിടെ കണ്ടോൺമെൻറ്റിൽ ചെല്ലാമെന്ന് പറഞ്ഞാണ് ചെന്നത്. എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ സുഖമില്ലാതായാല. അതൊക്കെ നിങ്ങളുടെ ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ് മാധ്യമപ്രവർത്തകർ കാണിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ അദ്ദേഹം വന്ന് ഡൽഹിയിൽ വന്ന് അടുത്ത 24 മണിക്കൂറിനകം 50 വരെ 55 പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ ഒരാൾ സുഖമില്ലാതായി എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വേണ്ടേ അദ്ദേഹത്തിൻ്റെ? മാത്രമല്ല ഞായറാഴ്ചയാണ് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹം തിങ്കളാഴ്ച വരാൻ വേണ്ടിയിട്ട് എല്ലാം കണക്കാക്കി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് അതൊക്കെ ഡൽഹിയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് VD സതീശൻ്റെ 24 മണിക്കൂറോടെ പോയി. അതൊക്കെ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോഞ്ച് ചെയ്തിട്ട് ഇനി അതിന്റെ പ്രചരണത്തിന്റെ മേൽക്കൈയിലേക്കൊക്കെ വരാൻ ഇനി അത് കുറച്ച് സമയം. ഏത് സമയം? ഇനി സമയം എല്ലാവർക്കും അത്ര സമയമുള്ളൂ. എല്ലാവർക്കും CPM-ന്റെ തിരുവനന്തപുരം സെൻറ്ററിലെ CPM LDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? ആരാ സ്ഥാനാർത്ഥി? ആരാ? ഞാൻ ചോദിച്ചാണ് അല്ലേ? അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് വാർത്ത ഇടുന്നതല്ലായിരിക്കും. ഞങ്ങളുടെ 140 സീറ്റിലെ ഞാൻ ചോദിച്ചാൽ പറയാം. ഞാൻ ഇപ്പോൾ പറയാം ബൈ ഹാർട്ട് എനിക്ക് 140 സീറ്റിൽ. പക്ഷേ തിരുവനന്തപുരത്തെ സെൻറ്ററിൽ CPM-ന്റെ എതിരാളി ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിയേക്ക്. പിന്നെ BJP-യുടെ ഞാൻ ചോദിച്ചാണേ, BJP-യുടെ NDA-യുടെ എല്ലാം ആയാ അല്ല കൊടുക്കണില്ല. അത്രയും പോരാ. ഇങ്ങോട്ടാണ് ഫോക്കസ് മുഴുവൻ.